എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SCERT 8ാം ക്ലാസ്സിലെ പ്രാചീന തമിഴകം എന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാം. മഹാശിലാ കാലഘട്ടത്തിൽ മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്തിരുന്നു. ഇത്തരം കലങ്ങൾ അറിയപ്പെടുന്ന പേര് എങ്ങനെയാണ്? നന്നങ്ങാടികൾ എന്നാണ് അവ അറിയപ്പെടുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന ഒരു രീതി എപ്പോഴുണ്ടായിരുന്നു? പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത്തരം കലങ്ങൾ നന്നങ്ങാടികൾ എന്ന് അറിയപ്പെട്ടിരുന്നു. ചിലയിടങ്ങളിൽ ഇത്തരം നന്നങ്ങാടികൾക്കു മീതെ വലിയ ശിലകൾ കാണപ്പെടുന്നു. ഇവ നിർമ്മിക്കാൻ അതത് പ്രദേശത്ത് ലഭ്യമായ ശിലകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല് എന്നിവയാണ് പ്രധാന സ്മാരക രൂപങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന സ്മാരക രൂപങ്ങൾ? കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല്. അതുകൊണ്ട് തന്നെ ഈ സ്മാരകങ്ങൾ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു അല്ലേ. അപ്പം എന്താണ് മഹാശിലാസ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കൊണ്ടു തന്നെ ആ കാലഘട്ടം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മഹാശിലാ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓർത്തു വയ്ക്കുക, എന്താണ് മഹാശിലാ കാലഘട്ടം? മഹാശിലാ കാലഘട്ടം എന്താണ്? അതായത് മഹാശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തെയാണ് അല്ലേ ആ സ്മാരകങ്ങൾ അല്ലേ. ഈ സ്മാരകങ്ങൾ മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം എന്തായിട്ട് അറിയപ്പെടുന്നു? മഹാശിലാ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഇത്തരം മഹാശിലാ സ്മാരകങ്ങളും പഴന്തമിഴ് പാട്ടുകളും നാണയങ്ങളും സഞ്ചാരക്കുറിപ്പുകളും ചില തമിഴ് ലിഖിതങ്ങളുമാണ് പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് പ്രാചീന തമിഴകത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെയാണ്? ഈ മഹാശിലാ സ്മാരകങ്ങളിലൂടെയും അതുപോലെ തന്നെ പഴന്തമിഴ് പാട്ടുകളിലൂടെയും പിന്നെ നാണയങ്ങളിലൂടെയും സഞ്ചാരക്കുറിപ്പുകളിലൂടെയുമാണ് പ്രാചീന തമിഴകത്തെക്കുറിച്ചിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയെടുത്തിരുന്നത്. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമെന്ന് അറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? മഹാശിലാ കാലഘട്ടത്തെയാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമെന്ന് അറിയപ്പെട്ടിരുന്ന കാലഘട്ടം. ഇനി പ്രാചീന കാലത്ത് തമിഴകം എന്ന് വിളിച്ചിരുന്ന പ്രദേശങ്ങൾ ഏതാണ്? അതായത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് പ്രാചീന കാലത്ത് തമിഴകം എന്ന് വിളിച്ചിരുന്നത് അല്ലേ. അപ്പം എന്തുണ്ട്? കേരളം ഉൾപ്പെടുന്നുണ്ട് എന്തിൽ? പ്രാചീന തമിഴകത്തിൽ അല്ലേ. എന്താണ്? ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശമാണ് പ്രാചീന കാലത്ത് തമിഴകം എന്ന് വിശേഷിപ്പിച്ചത്. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത്? സംഘസാഹിത്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇത് ലഭ്യമായതിലെ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏതാണ്? സംഘസാഹിത്യമാണ് ലഭ്യമായതിലെ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം. BC 300 to CE 300 വരെയാണ് ഇതിൻ്റെ കാലഘട്ടം ആയിട്ട് പറയുന്നത്. സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രി ആരാണ്? നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. ആരാണ്? ഔവ്വയ്യാറാണ് പ്രധാന കവയിത്രി. ഇനി പ്രധാന മറ്റ് കവികൾ ആരൊക്കെയാണെന്നാണ് പേരൊന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കുക. ആരൊക്കെയാണ്? കപിലർ, പരണർ, പാലൈ ഗൗതമനാർ എന്നിവരാണ് പ്രധാന കവികളായിട്ട് പറയപ്പെടുന്നത്. വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകൾ. അതായത് പഴന്തമിഴ് പാട്ടുകളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയൊക്കെയാണ്? അതായത് അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നുമാണ് പഴന്തമിഴ് പാട്ടുകളെ തരം തിരിച്ചിരിക്കുന്നത്. അതിൽ അകം പാട്ടുകൾ എന്താ പറയുന്നത്? അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? അകം പാട്ടുകളെന്ന് പറയുന്നത്. അതുപോലെ ഈ യുദ്ധം, കച്ചവടം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ് എന്ത് പറയുന്നത്? പുറം പാട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സംഘകൃതികളെന്ന്.
അല്ലേ? ഈ സംഘകൃതികളെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം എന്നറിയപ്പെട്ടിരുന്നത് എന്താണ്? ഈ മഹാശിലാ കാലഘട്ടത്തെയാണ്. അതെന്തുകൊണ്ടാണ്? അതായത് വ്യത്യസ്ത തരം ഇരുമ്പ് ഉപകരണങ്ങൾ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവയിൽ വാൾ, കുന്തം, കത്തി, ചൂണ്ടക്കൊളുത്ത്, വിളക്ക്, ആണികൾ, വിളക്കുകാൽ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ഈ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഈ കാലഘട്ടം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഈ മഹാശിലാ കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത്? ഇരുമ്പ് യുഗമെന്ന് പറയപ്പെടുന്നത്. ഇരുമ്പ് ഉപകരണങ്ങൾക്കു പുറമെ മൺപാത്രങ്ങൾ, മുത്തുകൾ എന്നിവയും ഈ സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അല്ലേ? അതായത് ഇരുമ്പ് സംബന്ധമായ സാധനങ്ങൾ മാത്രമല്ല, എന്ത് കിട്ടിയിട്ടുണ്ട്? മൺപാത്രങ്ങളും അതുപോലെ തന്നെ മുത്തുകളും ആ പ്രദേശത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്മാരകങ്ങളിൽ നിന്ന് ചില സ്മാരകങ്ങളിൽ നിന്ന് റോമൻ സ്വർണ്ണ നാണയങ്ങളും ലഭിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ്? റോമൻ സ്വർണ്ണ നാണയങ്ങളും ഇത്തരം സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ റോമൻ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ അതിൽ ഉദ്ദേശിക്കുക? അവിടെ ഒരു വ്യവസായം, അല്ലെ, ഒരു വ്യാപാരം നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിൽ അകം കറുത്തതും പുറം ചുമന്നതുമായ മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലേ? അതായത് ഈ പ്രാചീന തമിഴകത്തെ അല്ലെങ്കിൽ ഈ മഹാശിലാ കാലഘട്ടങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്, അല്ലേ? എന്തുണ്ടായിരുന്നു? ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൺപാത്രങ്ങളുടെ പ്രത്യേകത എങ്ങനെയായിരുന്നു? അകം കറുത്തതായിരുന്നു, അല്ലേ? പുറം എന്തായിരുന്നു? ചുമന്നതുമായിരുന്ന മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മുത്തുകളും കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ റോമൻ നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും ലഭിച്ചിട്ടുണ്ട്. തെക്കേ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിളാണ് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണെന്നെല്ലാം. ഏതാണ്? കൊടുമണൽ, അളഗൈരൈ, തിരുങ്കാബലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചെറമനങ്ങാട്, മറയൂർ, ഉമിച്ചി, പൊയിൽ തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റ് പേരൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞോളൂ എന്താണ് സംഘകൃതികളെന്ന് നമ്മൾ നേരത്തെ നോക്കി. അതായത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളെയാണ് സംഘസാഹിത്യം എന്ന് പറയപ്പെടുന്നത്. ഇതിന് വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് പത്തുപാട്ട്. ഈ പത്തുപാട്ടിൽ വരുന്ന പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? തിരുമുരു, കാറ്റുപടൈ, മധുരൈ കാഞ്ചി. ഈ രണ്ടുമാണ് ഈ പത്തുപാട്ട് എന്ന വിഭാഗത്തിൽ വരുന്നത്. തിരുമുരു, കാറ്റുപടൈ, മധുരൈ കാഞ്ചി. അതുപോലെ തന്നെ എട്ടുതോക്കയിൽ എന്താ വരുന്നത്? അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഏത് വിഭാഗത്തിൽ വരുന്നത്? എട്ടുതോക്കയിൽ വരുന്നത്. ഇനി 11 കീഴ്ക്കണക്ക്. ആ വിഭാഗത്തിൽ ഏതാ വരുന്നത്? തിരുക്കുറൽ, മുതുമൊഴി, കാഞ്ചി. ഇവയാണ് 11 കീഴ്ക്കണക്കിൽ വരുന്നത്. ഇനി വ്യാകരണ ഗ്രന്ഥം. ആ വിഭാഗത്തിൽ വരുന്നത് ഏതാണ്? തൊൽക്കാപ്പിയമാണ് വ്യാകരണ ഗ്രന്ഥത്തിൽ വരുന്നത്. ഇനി മഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ്? ചിലപ്പതികാരം, മണിമേഖല. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. സംഘകൃതികളിൽ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഓരോ വിഭാഗങ്ങളിലും വരുന്ന പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം.